10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF മുന്നണി ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഭരണമാറ്റം യാഥാർത്ഥ്യമായതോടെ ഇപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന പുതിയ മന്ത്രിസഭയിലേക്കാണ്. പ്രത്യേകിച്ചും ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇത്തവണ മന്ത്രിസഭയിൽ എങ്ങനെയുള്ള പരിഗണന ലഭിക്കും എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജില്ലയിൽ നിന്നും വിജയിച്ചു വന്ന പ്രമുഖരായ 4 നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് സജീവമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളും നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഈ പട്ടികയിൽ ഏറ്റവും പ്രമുഖമായിട്ട് ഉയർന്നു കേൾക്കുന്ന പേര് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരന്റെ തന്നെയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് അദ്ദേഹം. മുൻ KPCC പ്രസിഡന്റ്, മുൻ മന്ത്രി, പാർലമെന്റ് അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് പുതിയ സർക്കാരിന് വലിയ കരുത്താകും എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒന്നായിരുന്നു ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് തന്നെ ജനവിശ്വാസം വീണ്ടെടുക്കാൻ ആരോഗ്യവകുപ്പിന്റെ ചുമതല മുരളീധരനെ പോലെ ഒരു വാക്ചാതുര്യമുള്ള ഒരു മുതിർന്ന നേതാവിനെ ഏൽപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇതിനു പുറമെ ദേവസ്വം വകുപ്പിലേക്കും അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. വിശ്വാസപരമായ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള നേതാവായതുകൊണ്ട് തന്നെ മുരളീധരൻ ദേവസ്വം മന്ത്രിയാകുന്നത് ഗുണകരമാകും എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ടാമത്തെ പേര് CMT നേതാവായ CP ജോണിന്റേതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. UDFന്റെ രൂപീകരണ കാലം മുതൽ മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CMP. MV രാഘവന് ശേഷം പാർട്ടിക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നത് ഇതാദ്യമാണ്. വർഷങ്ങളായിട്ട് UDFന്റെ നയരൂപീകരണ ചർച്ചകളിലും ആസൂത്രണ ബോർഡ് മെമ്പർ എന്ന നിലയിലും CP ജോൺ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഒരു MLA മാത്രമുള്ള കക്ഷിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ ചൊല്ലി മുന്നണിക്കുള്ളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അറിവും മുന്നണിയോടുള്ള വിശ്വസ്തതയും പരിഗണിച്ച് മന്ത്രിസ്ഥാനം നൽകാൻ തന്നെയാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് M വിൻസെന്റിന്റേതാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും ഹാട്രിക് വിജയം നേടിയാണ് വിൻസെന്റ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. 30,000-ലധികം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ അദ്ദേഹത്തിന് ലഭിച്ചത്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളിലും സാധാരണക്കാരുടെ വിഷയങ്ങളിലും വിൻസെന്റ് നടത്തുന്ന നിരന്തര ഇടപെടലുകൾക്ക് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. മന്ത്രിസഭയിൽ യുവാക്കൾക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പ്രാധാന്യം നൽകണമെന്ന ഹൈക്കമാൻഡിന്റെ നിലപാട് വിൻസെന്റിന് അനുകൂലമായേക്കാം. വിൻസെന്റിനെ പോലെ ജനകീയ നേതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. ഇവർക്കൊപ്പം തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നും വിജയിച്ചു വന്ന N ശക്തന്റെ പേരും ചർച്ചകളിൽ മുൻപന്തിയിലുണ്ട്. മുൻപ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടും പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ അഗാധമായ അറിവുണ്ട്. ജില്ലയിലെ സാമുദായിക സമവാക്യങ്ങളും പാലിക്കുന്നതിലും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഭരണത്തിന് കരുത്താകുന്നതിലും ശക്തൻ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ആവശ്യം ശക്തമാണ്. നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് പുതിയ സർക്കാരിന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കും. ഈ 4 നേതാക്കളും ജില്ലയിൽ വലിയ സ്വാധീനമുള്ളവരാണ്. എന്നാൽ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥ, വിവിധ ജില്ലകൾക്കുള്ള പ്രാതിനിധ്യം, ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് ശേഷമേ അന്തിമമായ വകുപ്പ് വിഭജനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 4 നേതാക്കളിൽ ആരൊക്കെയാകും ഭരണത്തിന്റെ അമരത്തെത്തുക എന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഈ ചർച്ചകളിൽ നിന്നും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.